ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മൈ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രീം കളക്ഷൻസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ നല്ല ഒരു ദിവസമായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നു. പക്ഷേ രാവിലെ എണീറ്റേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് വോയിസ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മടി കൂടാണ്ട് തുടരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുവരെ തന്ന ഈ 6 ദിവസവും നല്ല രീതിയിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക്സ്. ഇന്നിപ്പോൾ 8-ാം തീയതി, ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഞാൻ 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഭംഗിയുള്ള കളക്ഷൻസാണ് നവരത്നത്തിൽ ചില കല്ലുകൾ മിസ്സിങ് ഉണ്ടാവും, എന്നാലും നമ്മൾ ടോട്ടലി പറയുക നവരത്നം എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരെണ്ണെങ്കിലും വാങ്ങിക്കാത്തവരുണ്ടാവില്ല എൻ്റെ കയ്യിൽ നിന്ന്, കാരണം സെക്കൻഡ് സ്റ്റഡെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് സ്റ്റഡ് എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാരണം അത് ഓൾറെഡി അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തതിൽ അതുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ എന്നോട് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ നവരത്നത്തിൻ്റെ പലതരം സ്റ്റഡുകളാണ്. അപ്പോൾ 1-2 പേര് എനിക്ക് എന്നോടൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് സ്റ്റഡും പിന്നെ ഫസ്റ്റ് ഫോട്ടോസും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോസാണ് കാണിക്കണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ തൊണ്ടവേദനയും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉറക്കക്ഷീണവും ഒക്കെ കൂടെ കേട്ടപ്പോൾ 1-2 പേര് എനിക്കൊരു അഭിപ്രായം പറഞ്ഞു. എനിക്കത് നല്ലൊരു അഭിപ്രായമായിട്ട് തോന്നുകയും ചെയ്തു. അത് വേറെ ഒന്നുമല്ല, ഇപ്പം നിങ്ങൾ ആദ്യം കാണുന്നത് ഇങ്ങനെയുള്ള ഫോട്ടോസാണ്. ഈ ഫോട്ടോസ് കാണുമ്പോൾ കേൾക്കുന്നത് എൻ്റെ വോയിസുമാണ്. അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ആൻറ്റി വീഡിയോസ് ഇട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഓരോ എക്സ്പ്ലനേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഇടുമ്പോൾ മ്യൂസിക് ഇട്. അപ്പോൾ ആൻറ്റിക്ക് പകുതി എന്താ പറയുക ഭാരം കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ എനിക്കും അത് ശരിയായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചിട്ടുള്ളത്, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഇട്ടിട്ട് അതിന് വോയിസ് ഓവറും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മ്യൂസിക് ആയാലും കുഴപ്പമില്ലല്ലോ, പറഞ്ഞ സാധനത്തിൻ്റെ ഫോട്ടോസല്ലേ കാണണേ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും അതൊരു എളുപ്പമാവുമെന്ന് വിചാരിക്കണം, എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നാളെ തൊട്ട് നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് മ്യൂസിക്കോ, അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു മ്യൂസിക് കണ്ടുപിടിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എടുത്ത പടി മുഴുവൻ വെള്ളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് നാളെ തൊട്ട് മിക്കവാറും അങ്ങനെയാവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോസും പിന്നീട് നമ്മളുടെ പിക്ചേഴ്സും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന പോലെ അത്രയും സെക്കൻഡ്സ് നമ്മൾ നിർത്തിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക സ്റ്റഡുകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സെറ്റുകളാണ്. അത് കഴിഞ്ഞ് ലോക്കറ്റ്സ് ഉണ്ട്, മാല, വള, കമ്മൽ ഒക്കെ ഉണ്ട്. പിന്നെ മോതിരമുണ്ട്. മോതിരം ഞാനിതിൽ ഉൾപ്പെടുത്താൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോതിരങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീഡിയോ വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റുകളാണ് കേട്ടോ. വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, പക്ഷേ സെറ്റാണ് ഭംഗി. അതിന് നീലക്കല്ലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡിനും 2 വശത്ത് നീലക്കല്ലാണ്. ഇതൊക്കെ ഈ പ്രീമിയം ഇതിൽ പെട്ടതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളിതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ നിങ്ങളുടെ കൈ ഞാനിപ്പോൾ ഈ വെച്ചേക്കണ പോലെ ഒന്ന് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ലോക്കറ്റിൻ്റെ സൈസ് മനസ്സിലാവും. നല്ല വലിപ്പമുള്ള ലോക്കറ്റാണ്. നമ്മൾ നല്ല പട്ടുസാരിയുടെയൊക്കെ കൂടെ ഒരു ഇതിന് നേരിയ മാലയേക്കാളും കുറച്ചും കൂടിയൊക്കെ കനുള്ള നൂല് പോലത്തെ മാലയുണ്ട്. ഈ എന്തെന്നാ പറയുക സംഭവത്തിന്, അങ്ങനത്തെ ഈ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അത് ഏത് സാരിയുടെ കൂടി ചേർന്ന് പോകും. ഇപ്പോൾ ചുരിദാറായാലും കുഴപ്പമില്ല. നവരത്നം എന്ന് പറയുമ്പോൾ ഏതിൻ്റെ കൂടിയും ഏത് സമയത്തും ഇടാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഞാനിതിൻ്റെ ലോക്കറ്റുകൾ മാത്രമായിട്ട് തന്നെ കാണിച്ചപ്പോൾ തന്നെ കണ്ടമാനം എൻക്വയറി വരികയും വാങ്ങിക്കുകയും ചെയ്തവരുണ്ട് കേട്ടോ. അത്രയും ഭംഗിയാണ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഈ കൂട്ടത്തിൽ കൂടെ സാൻഡ് സ്റ്റോണും 2 ഞാൻ വെച്ച് പോയി, കോറലും. അത് ഒരുമിച്ച് പ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അറിയാണ്ട് വെച്ച് പോയതാണ്. പക്ഷേ നിങ്ങൾക്കത് കാണാൻ സന്തോഷമുള്ളൂ എന്ന് എനിക്കറിയാം. ഇനി നമുക്ക് മാലയുടെ സെക്ഷനിലേക്ക് കിടക്കാം. സോറി, മാല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ചാണ് പ്ലേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വീഡിയോ എടുക്കാത്തത് അതുകൊണ്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ, അപ്പോൾ ചിലർ എന്നോട് ഇതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ചോദിക്കും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സെപ്പറേറ്റ് ഫോട്ടോസ് കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കി. ഇപ്പോഴത്തെ ടെക്നോളജി കുറേ മുന്നിലേക്കാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് ക്രോപ്പ് ചെയ്ത് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുക. ഇതൊക്കെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മളുടെ കയ്യിൽ നിന്ന്
പോയിക്കൊണ്ടിരിക്കുന്നതുമായ പാറ്റേണുകളാണ് ഈ നവരത്നത്തിൻ്റെ സിംഗിൾ ലെയർ, ഡബിൾ ലെയർ. ഇതൊക്കെ നെക്ലസ് പാറ്റേണാണ്, എന്നാൽ കുറച്ച് ഇറങ്ങി കിടക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള പാറ്റേൺ വേറെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരുവിധം എനിക്ക് പറ്റാവുന്നതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനെല്ലാത്തിനും എങ്ങനെ വോയിസ് ഓവർ കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എനിക്ക് പറ്റും എന്ന് വിചാരിക്കണം. നിങ്ങളൊക്കെ അതിൽ എന്താ പറയുക തൃപ്തരാവണം കേട്ടോ. അപ്പോൾ ഇത് 3 ലെയറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടു, സിംഗിൾ ലെയർ കണ്ടു, ഡബിൾ ലെയർ കണ്ടു, 3 ലെയർ കണ്ടു. അപ്പോൾ അതിൻ്റെ കമ്മൽ വേറെയാണ്, ഇതിൻ്റെ കമ്മൽ വേറെയാണ്. പക്ഷേ കമ്മൽ നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ കമ്മൽ ഇങ്ങനെയാണ് വരുന്നത്. ചിലതിൻ്റെ കമ്മലുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഏതാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള സംഭവമാണ്. പട്ടുസാരികളുടെ മുകളിൽ ഇപ്പോൾ മന്ത്രകൂടികൾക്ക് പണ്ടത്തെ പോലെ അങ്ങനെ കനമുള്ള മാലയൊന്നുമല്ല, ഇതുപോലത്തെയാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാലാകാലം ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ സ്വർണ്ണമാണ് എടുക്കണതെന്ന് വെച്ചാൽ ഇത് റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി കാശ് പോലും കിട്ടില്ല. അതേസമയം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ റീപ്ലേറ്റ് ചെയ്താലും പുതിയതുപോലെ നമുക്ക് റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പോയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുന്തൻ സ്റ്റോൺസിൽ നിന്നൊക്കെ വിട്ട് ഇപ്പോൾ നവരത്നത്തിലേക്ക് തിരിച്ചെല്ലാവരും വന്നിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഇതിന് ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം എൻക്വയറി ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു സംഭവം പല പാറ്റേണിൽ വരുന്നത്. അതിന് കൂടുതൽ ആൾക്കാർ ആവശ്യം പറയുമ്പോഴാണ് നമ്മൾ ഒരു സാധനം തന്നെ പല രീതിയിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഫുൾ ഭയങ്കര ഭംഗിയുള്ള സ്റ്റോൺസാണ് കേട്ടോ. അപ്പോൾ ഇത്